എല്ലാരും ക്ലാപ്പ് ചെയ്തോളൂ. ഹലോ അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നെൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ആ ഒരു ദിവസത്തെ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. പ്രഗ്നൻ്റ് ആയിട്ടും ഇതുവരെ പ്രത്യേകിച്ച് ഹെൽത്ത് ഇഷ്യൂ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് നല്ല അടിപൊളിയായിട്ട് സ്കൂളിലൊക്കെ പോകാൻ പറ്റിയിരുന്നു കേട്ടോ. അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഡോക്ടർ എൻ്റെ അടുത്ത് ലീവ് എടുക്കാൻ പറഞ്ഞതെന്നല്ല, റെസ്റ്റ് എടുക്കാൻ പറഞ്ഞത്. സോ ഒരു ലീവ് മസ്റ്റാണെന്ന് എനിക്കും തോന്നി. ബിക്കോസ് എൻ്റെ ഹെൽത്ത് വളരെ വീക്കായി വരുന്നുണ്ടെന്ന് എനിക്കും മനസ്സിലായി തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ കുട്ടികളുടെ അടുത്ത് ഞാൻ യാത്ര പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അവന്മാരെ കാണാൻ പോകുന്ന സ്ഥിതിക്ക് വെറും കൈയോടെ പോയാൽ പോരാ, എന്തെങ്കിലുമൊക്കെ ഒരു കുഞ്ഞു ഗിഫ്റ്റൊക്കെ അവർക്ക് വാങ്ങിക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. ആക്ച്വലി ഞാൻ കുട്ടികൾക്ക് സർപ്രൈസ് കൊടുക്കാനാണ് പോയത്. പക്ഷേ അവന്മാരെല്ലാവരും കൂടെ തന്നത് എനിക്കാണെന്ന് മാത്രം. നമ്മൾ ലൈഫിൽ പരസ്പരം എന്താ പറയുക, പെട്ടെന്ന് കണ്ടുമുട്ടിയിട്ടുള്ള കുറച്ച് കഥാപാത്രങ്ങളാണ് കേട്ടോ. പക്ഷേ എത്ര പെട്ടെന്നാണ് നമ്മൾ അടുത്ത് പോയതെന്നറിയോ. ഇവരിതാ നമുക്ക് വേണ്ടിയിട്ട് ഒരു മോം ട്യൂബൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമൊക്കെ വന്നു പെട്ടെന്ന് കണ്ടപ്പോൾ, എക്സൈറ്റഡ് ആയിപ്പോയി. പക്ഷേ ഞാനങ്ങനെ പ്രകടിപ്പിക്കാത്ത ഒരാളായതുകൊണ്ട് ഇവർ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, കുറച്ച് കയ്യിൽ നിന്നൊക്കെ ഇട്ടുകൂടി, തമാശക്കെങ്കിലും കുറച്ച് ഷോ കാണിച്ചുകൂടി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, ചില സമയത്ത് എനിക്ക് അങ്ങോട്ട് വരില്ല എന്ന് മാത്രം. അതൊക്കെ നമ്മുടെ മക്കൾ ശരിക്കും വണ്ടറടിച്ച് പോയിട്ടുണ്ട്. അതായത് അവന്മാർക്ക് ആകെ ഒരു ബർത്ത്ഡേയും അതേപോലെ തന്നെ ക്രിസ്മസും ഓണൊക്കെ തന്നെ അവർക്ക് അറിയത്തുള്ളേ. ഇതെന്താ സംഭവം എന്നൊന്നും അറിയാനുള്ള പ്രായം അവർക്കായിട്ടില്ലല്ലോ. അങ്ങനെ എന്താ ഏതാന്നൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണുണ്ട് കേട്ടോ. എനിക്കും തന്നെ അവരെ കണ്ടിട്ട് ഭയങ്കര സന്തോഷവും സങ്കടവും എല്ലാം വരുന്നുണ്ട്. അതായത് പോവാൻ തോന്നുന്നില്ല ചുരുക്കി പറയുകയാണെങ്കിൽ. പക്ഷേ നമുക്ക് ഇവിടുന്ന് ബ്രേക്ക് എടുക്കാണ്ട് വേറെ നിവർത്തിയില്ല. കാരണം നമ്മളെ സിറ്റുവേഷൻ അതാണല്ലോ, അതും കൂടെ നമ്മൾ മനസ്സിലാക്കണമല്ലോ. ഈ പോവാൻ തോന്നണില്ല എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ കാരണം എന്താണെന്നറിയോ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു വീട് പോലെയാണ് ഇവിടെ കഴിയുന്നത്. അതായത് ഒരു സ്കൂൾ ഫീലൊന്നും നമുക്ക് കിട്ടത്തില്ല ഇതിൻ്റെ അകത്ത് വന്നാൽ കേട്ടോ. നമ്മൾ ശരിക്കും ഒരു ഫാമിലി പോലെയാണ്. കുറച്ച് കുട്ടികളും നമ്മൾ കുറച്ച് സ്റ്റാഫും. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ലോകമായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ കുട്ടികൾക്ക് കുറച്ച് സ്വീറ്റ്സും ഗിഫ്റ്റൊക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചവർക്ക് പറയൂ. താങ്ക് യു. ഇവരുടെ സർപ്രൈസ് ഇവിടം കൊണ്ടൊന്നും തീരണില്ല കേട്ടോ. പിന്നെ നമ്മുടെ ചേച്ചിമാരായിട്ടും നമ്മുടെ ബാക്കിയുള്ള ടീച്ചേഴ്സായിട്ടും ഒക്കെ ഓരോ ഗിഫ്റ്റൊക്കെ അങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവരുടെ സ്നേഹപ്രകടനം കേട്ടോ. അതായത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടവും സന്തോഷമൊക്കെ വരുന്ന ആൾ തന്നെയാണ് ഞാൻ. പക്ഷെ വേണ്ട സമയത്ത് എനിക്ക് വേണ്ട പോലെ ചിലതൊന്നും വരില്ല എന്ന് മാത്രം. അപ്പോൾ എന്താണാവോ, ഇതൊക്കെ കണ്ടിട്ടും ഞാൻ പൊട്ടത്തികളെ പോലെ നിൽക്കുവാണ്. അതായത് എനിക്ക് പ്രത്യേകിച്ച് സങ്കടമോ സന്തോഷമോ ഒന്നും പുറത്ത് കാണിക്കാൻ പറ്റാത്ത, അതായത് മൊത്തത്തിൽ വണ്ടറടിച്ച് പോയിട്ടുണ്ട് ഞാൻ. അതുകൊണ്ടായിരിക്കും മേ ബി. എൻ്റെ കുഞ്ഞു മക്കൾ എൻ്റെ അടുത്ത് ഇങ്ങനെ എൻ്റെ വിശേഷങ്ങൾ തിരക്കുവാണ്. ബോയ് ആണോ ഗേളാണോ, മാമിന് ഏതാണ് ഇഷ്ടം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ്. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഇരുന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. ഇതിപ്പോൾ എൻ്റെ അനിയത്തി സ്കൂൾ കാണാൻ വന്നതാണ്. അവളും സർപ്രൈസ് ആയിപ്പോയി മൊത്തത്തിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ കേക്കൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. എന്ത് ഭംഗിയുള്ള കേക്ക് കേട്ടോ, കാണാനും കഴിക്കാനും എല്ലാം അടിപൊളിയായിരുന്നു. കേക്കിലാണ് കോൺസെൻട്രേഷൻ. നല്ല ഭംഗിയുണ്ട്.
അങ്ങനെ നമ്മളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് കൊടുക്കലും കഴിക്കലും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ഇവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങുവാണ് കേട്ടോ. അൽഹംദുലില്ലാ എല്ലാം നല്ലതിനാവട്ടെ, അത്ര മാത്രമുള്ള എൻ്റെ പ്രാർത്ഥന. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.